ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. എല്ലാവർക്കും പ്രീതി തോന്നുക. എസ്തേർ 2:15. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. നിങ്ങൾ അധികം അനുഗ്രഹിക്കപ്പെട്ട കഴിഞ്ഞാൽ, അധികം പ്രീതിപാത്രമായി കഴിഞ്ഞാൽ, ആഴത്തിൽ സ്നേഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യേണ്ടി വരികയില്ല. അതാണ് എസ്തേർ നമ്മെ പഠിപ്പിക്കുന്നത്. ആരൊക്കെയാണ് എസ്തേറിനെ കണ്ട് പ്രീതി തോന്നിയവർ? അവൾ ഒരു അടിമത്ത ദേശത്തായിരിക്കും. അവളുടെ മാതാപിതാക്കൾ അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾ ഇന്നൊരു അനാഥയാണ്. പക്ഷെ അധികം നാൾ അവൾ അനാഥയായിരുന്നില്ല. അവളുടെ ചിറ്റപ്പന് അവളോട് പ്രീതി തോന്നി. അവളെ സ്വന്തം മകളായി എടുത്ത് വളർന്നു. അഹശ്വേരോശിന് വസ്തിക്ക് പകരം രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന വലിയ പ്രക്രിയയുടെ ഭാഗമായ പരിപാടിയിൽ സുന്ദരികളായ യുവതികളെ ശേഖരിച്ച് പരിപാലിക്കുന്ന കാര്യത്തിലെ പ്രധാനിയായിരുന്ന ഹെഗയ്ക്ക് അവളോട് പ്രീതി തോന്നി. അവളെ ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൾക്ക് രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടതെല്ലാം വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികൾക്കും ഉത്തമമായ സ്ഥാനവും കൊടുത്തു. മറ്റു യുവതികളെല്ലാം മത്സരിച്ച് സുഗന്ധ ദ്രവ്യങ്ങളും മറ്റ് സൗന്ദര്യ വസ്തുക്കളും അമിതമായി ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുമ്പോൾ എസ്തേർ ഹേഗൈ കൊടുത്തതല്ലാതെ അധികം ഒന്നും ചോദിച്ചില്ല, ഉപയോഗിച്ചില്ല. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുവാൻ രാജാവിന്റെ പ്രീതി ആർജിക്കുവാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. രാജാവിനും അവളോട് പ്രീതി തോന്നി. മഹർഷിയാക്കി. മഹാരാജാവിനോട് നിങ്ങളോട് പ്രീതി തോന്നി. തന്നെ താൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭയപ്പെടരുത്. നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളോട് പ്രീതി തോന്നുന്നു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.